all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൻഡ്രീഷ്യത്തിനെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ വേർഡും ഉണ്ട്, നോൺ എസെൻഷ്യൽ വേർഡ്സും ഉണ്ട്. അതിൽ എസെൻഷ്യൽ വേർഡിൽ വരുന്നതാണ് ആൻഡ്രീഷ്യം ഗൈനീഷ്യം, നോൺ എസെൻഷ്യലിൽ വരുന്നതാണ് എന്താ നമ്മുടെ കാലിക്സും കൊറോളയൊക്കെ. ആൻഡ്രീഷ്യം ഗൈനീഷ്യം എസെൻഷ്യൽ വേർഡ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പങ്കുവഹിക്കുന്ന ആ ഒരു ഫ്ലോറൽ ഓർഗൻ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ഗൈനീഷ്യമാണ്. അപ്പോൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഒരു ഫ്ലവറിലുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് നമ്മൾ സ്റ്റേമൻസ് എന്നാണ് പറയുന്നത്. ഒരുപാട് സ്റ്റേമൻസ് ചേർന്നതാണ് എന്ത് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ജിംനോസ്പേമിലെ മൈക്രോസ്പോറോഫിലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആൻജിയോസ്പേമിലെ സ്റ്റേമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജിംനോസ്പേമിലെ മൈക്രോസ്പോറോഫിൽ പോലെയാണ്. എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഓക്കെ, ചില കേസിൽ സ്റ്റേമൻസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സ്റ്റേമൻസ് ആയിരിക്കും, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞൊരു കേസിൽ കാലിക്സ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാലിക്സ്, ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള കാലിക്സ് മൊസാണ്ടയിൽ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആൻഡ്രീഷ്യത്തിൻ്റെ കേസിൽ സ്റ്റേമൻസ് ചില സമയങ്ങളിൽ നല്ല അട്രാക്റ്റീവും അതുപോലെ എക്സ്പാൻഡഡ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റേമൻസിനെ നമ്മൾ പെറ്റലോയിഡ് സ്റ്റേമൻസ് എന്നാണ് പറയുക. അതിന് എക്സാമ്പിൾ കാനയാണ്. ഓക്കെ, ഇനി സ്റ്റേമൻസ് എന്ന് പറയുന്നത് പൊതുവെ സ്പൈറലി അല്ലെങ്കിൽ കോൺസെൻട്രിക്കലി വേൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓരോ വേളായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ലാർജസ്റ്റോമിയയിലൊക്കെ ഒരുപാട് വേൾസ് ഉണ്ടായിരിക്കും, ഒരുപാട് കോൺസെൻട്രിക് വേൾസ് ഉണ്ടായിരിക്കും ലാർജസ്റ്റോമിയയിലൊക്കെ. ചിലതിൽ എങ്ങനെയാണോ ഒന്നോ രണ്ടോ വേൾസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി സ്റ്റേമൻസിൻ്റെ ഇൻസേർഷൻ അനുസരിച്ചിട്ട്, അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് അനുസരിച്ചിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എപ്പിപെറ്റാലസും ഒന്ന് ഫ്രീ സ്റ്റേമൻസും. എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ പെറ്റൽസിൽ നിന്ന് അറൈസ് ചെയ്യുന്ന സ്റ്റേമൻസിന്, അതായത് പെറ്റൽസുമായിട്ട് ഫ്യൂഷൻ നടന്നിട്ടുള്ള ആ ഒരു സ്റ്റേമൻസിന് പറയുന്ന പേരാണ് എന്ത്, എപ്പിപെറ്റാലസ്. എപ്പിപെറ്റാലസ് സ്റ്റേമൻസ് പറഞ്ഞാൽ പെറ്റൽസിൻ്റെ മേലെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു സ്റ്റേമൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക ഈ പെറ്റൽസിൻ്റെ മേലെ ആയിരിക്കും. പെറ്റൽസിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീ സ്റ്റേമൻസ് എന്ന് പറയാം. ഇനി സ്റ്റേമൻസിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ? ഫിലമെൻറ്റ്, ആന്തർ, കണക്റ്റീവ്. അതിൽ കണക്റ്റീവ് നമ്മൾ അത്ര ഫെമിലിയർ അല്ല, കണക്റ്റീവ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ പ്രധാനമായിട്ടും ഒരു സ്റ്റേമനിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? ഫിലമെൻറ്റും ആന്തറും ആണ് അല്ലേ. ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേമൻ്റെ ആ ഒരു സ്റ്റോക്കിനെ പറയുന്ന, ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ആ ഒരു സ്റ്റോക്കിനെ പറയുന്ന പേരാണ് എന്ത്, ഫിലമെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ ടെർമിനലായിട്ട് എന്തുണ്ടാവും, കുറച്ചുകൂടെ ബൾജ്ഡ് ആയിട്ടുള്ള ആന്തർ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഫിലമെൻറ്റിൻ്റെ ടിപ്പിൽ ആന്തർ ഇല്ലാത്തതും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആന്തറിനെ സ്റ്റാമിനോയിഡ് എന്നാണ് പറയുക. അതായത് ആന്തർ ഇല്ലാത്ത ഫിലമെൻറ്റിനെ നമ്മൾ സ്റ്റാമിനോയിഡ് എന്നാണ് പറയുക. ഓക്കെ, നമുക്കറിയാം ഒരു സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഫിലമെൻ്റ് ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും, ആന്തറും ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനത്തെ ആന്തർ ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും, സ്റ്റാമിനോയിഡ് എന്ന് പറയും. ഓക്കെ, ഇനി സ്റ്റേമൻസ് എന്ന് പറയുന്നത് പൊതുവെ ഫ്രീ ഫ്രം വൺ അനദർ ആയിരിക്കും. അതായത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതും പല പോലെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, പെറ്റൽസിൻ്റെ കേസിൽ പറഞ്ഞു ഗാമോപെറ്റാലസ് ഉണ്ട്, പോളിപെറ്റാലസ് ഉണ്ട്. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ ആണ്. അപ്പോൾ പോളി ആൻഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേമൻസ് ഫ്രീ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പോളി ആൻഡ്രസ് എന്ന് പറയാം. ഇനി ചില സമയങ്ങളിൽ സ്റ്റേമൻസ് എന്തായിരിക്കും, ഫ്യൂസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഫ്യൂഷൻ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. ആ ഒരു ഫ്യൂഷൻ്റെ തോതനുസരിച്ചിട്ട്, ആ രീതി അനുസരിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്റ്റേമൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള സ്റ്റേമൻസ് നമ്മൾ പോളിയാൻഡ്രസ് എന്നാണ് പറയുക. ഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസിനെ നമ്മൾ എന്താണ്, പല രീതിയിലുള്ള സ്റ്റേമൻസ് ഉണ്ട്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്യൂഷനാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യത്തെ ഒന്നാണ് മോണോ അഡൾഫസ് സ്റ്റേമൻസ്. ഈ മോണോ അഡൾഫസ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്യും. ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ട്യൂബ് ഫോം ചെയ്യും. സിംഗിൾ ട്യൂബ് അല്ലെങ്കിൽ ഷീത്ത് ഫോം ചെയ്യും പിസ്റ്റലിന് ചുറ്റും. അതായത് നമ്മുടെ ഗൈനീഷ്യത്തിന് ചുറ്റും ഒരു ട്യൂബായിട്ട് സിംഗിൾ ട്യൂബായിട്ട് ഫോം ചെയ്യും. ഫിലമെൻറ്റ് കംപ്ലീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഗൈനീഷ്യത്തിന് ചുറ്റും ഒരു ട്യൂബായിട്ട് അല്ലെങ്കിൽ ഷീത്തായിട്ട് ഫോം ചെയ്യുന്ന അങ്ങനത്തെ സ്റ്റേമൻസിനെ പറയുന്ന പേരാണെന്ത്? മോണോ അഡൾഫസ് സ്റ്റേമൻസ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിബിസ്കസ് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത്? ഹിബിസ്കസ് എന്ന്. ഹിബിസ്കസ് നമുക്കറിയാം ഇങ്ങനെ ഒരു ഫോം ഉണ്ടായിരിക്കും അല്ലേ, ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. അതിൻ്റെ ഇവിടെ ഇങ്ങനെ എന്താണ് നമ്മുടെ ആന്തർ ഇങ്ങനെ. ആക്ച്വലി ഇത് ഫിലമെൻറ്റിൻ്റെ ഒരു ഭാഗം ഫ്യൂസ് ചെയ്തിട്ടുള്ള ഭാഗം തന്നെയാണ്. എന്നിട്ടൊരു ഫ്യൂസ് ചെയ്തിട്ട് ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബ് പോലെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഗൈനീഷ്യത്തിൻ്റെ സ്റ്റൈല് പോകുന്നത്. ഇതിൻ്റെ മേലെ നമ്മൾ കാണുന്ന എന്താണ്? സ്റ്റിഗ്മ കാണും. ഇങ്ങനെയാണ് നമ്മൾ കാണും. ഓക്കെ, അങ്ങനെയാണ് മോണോ അഡൾഫസിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ്, അതായത് ഫിലമെൻറ്റ്സ് കംപ്ലീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഒറ്റ ട്യൂബായിട്ട് അല്ലെങ്കിൽ ഷീത്തായിട്ട് പിസ്റ്റലിന് ചുറ്റും ഉണ്ടാകും. പിസ്റ്റലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്യൂബ് പോലെ ഫോം ചെയ്യും ഫിലമെൻറ്റ്സ് കംപ്ലീറ്റ് ഫ്യൂസ് ചെയ്തിട്ട്. അങ്ങനത്തെ സ്റ്റേമൻസിനെയാണ് നമ്മൾ മോണോ അഡൾഫസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രോട്ടലറി, അതായത് കിളിക്കാമ്പെട്ടി, അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയിലൊക്കെയാണ് ആ ഒരു മോണോ അഡൾഫസ് സ്റ്റേമൻസ് കാണുന്നത്. ഇനി അടുത്തൊരു കേസാണ് എന്താ? ഡൈ അഡൾഫസ് സ്റ്റേമൻസ്. ഡൈ അഡൾഫസ് സ്റ്റേമൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിലമെൻറ്റ്സ് സ്റ്റേമൻസിൻ്റെ എല്ലാ ഫിലമെൻറ്റ്സും ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ബണ്ടിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് ബണ്ടിൽ ഫോം ചെയ്യുന്നതാണ് എന്ത്? ഡൈ അഡൾഫസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ക്ലീറ്റോറിയാണ്. അതായത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സ്റ്റേമൻസ് എങ്ങനെയാണ്? ഡൈ അഡൾഫസ് കണ്ടീഷനാണ്. അതായത് ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ബണ്ടിലായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ പോളി അഡൾഫസ് എന്ന് പറയുന്നത് ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലവറിലുള്ള എല്ലാ സ്റ്റേമൻസിൻ്റെയും ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് രണ്ടിൽ കൂടുതൽ ബണ്ടിൽസ് ഫോം ചെയ്യുന്നതാണ് എന്ത്? പോളി അഡൾഫസ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ബോംബെക്സ് ആണ്. പിന്നെ സിനാൻഡ്രസ് സ്റ്റേമൻ. സിനാൻഡ്രസ് സ്റ്റേമൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിലമെൻറ്റ്സും ആന്തറും ഫ്യൂസ് ചെയ്തു. നമ്മളിപ്പോൾ നേരത്തെ കേസിലൊക്കെ പറഞ്ഞത് എന്താണ്? ഫിലമെൻറ്റ്സ് മാത്രമേ ഫ്യൂസ് ആവുന്നുള്ളൂ, ആന്തർ എന്താണ്? ഫ്രീ ആണ്. എന്നാൽ സിനാൻഡ്രസ് സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആന്തറും ഫിലമെൻറ്റും കംപ്ലീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബണ്ടിൽ ഫോം ചെയ്യുന്നതാണ് എന്ത്? സിനാൻഡ്രസ് സ്റ്റേമൻസ്. ഇത് കുക്കുർബിറ്റയിലാണ് ഇത് കാണുന്നത്. അതായത് നമ്മുടെ ഫിലമെൻറ്റ്സും ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ആന്തറും ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ ബണ്ടിൽ പോലെ ഫോം ചെയ്യുന്നതാണ് എന്ത്? സിനാൻഡ്രസ് സ്റ്റേമൻസ്. ഇനി അടുത്തതാണ് എന്ത്? സിഞ്ചനീഷ്യസ് സ്റ്റേമൻസ്. സിഞ്ചനീഷ്യസ് സ്റ്റേമൻസ് അല്ലെങ്കിൽ സിഞ്ചനീഷ്യസ് ആന്തർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിഞ്ചനീഷ്യസ് ആന്തറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിലമെൻറ്റ്സ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ ഫിലമെൻറ്റ്സ് എന്തായിരുന്നു? ഫിലമെൻറ്റ്സ് മാത്രമാണ് ഫ്യൂസ് ആയിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഫിലമെൻറ്റ്സ് എന്താണ്? ഫ്രീ ആണ്. എന്നാൽ ആന്തർ എന്ത് ചെയ്യും? ആന്തർ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബ് ഫോം ചെയ്യും. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെലിയാന്തസ്, അതായത് നമ്മുടെ സൂര്യകാന്തിയിലാണ് എന്ത്? ഇങ്ങനത്തെ ഒരു സിഞ്ചനേഷ്യസ് ആന്തർ കാണുന്നത്. അതായത് ഫിലമെൻറ്റ്സ് ഫ്രീ ആയിരിക്കും, ആന്തർ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഫിഗർ കണ്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ ആദ്യത്തെ എന്താണ്? മോണോ അഡൾഫസ് ആണ്. മോണോ അഡൾഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തറിൻ്റെ ഫിലമെൻറ്റ്സ് കംപ്ലീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ട്യൂബ് ഫോം ചെയ്യും. അതാണ് മോണോ അഡൾഫസ്. ഒരൊറ്റ സിംഗിൾ ട്യൂബ് അല്ലെങ്കിൽ ഷീറ്റ്, അതെന്താണ്? നമ്മുടെ പിസ്റ്റലിന് ചുറ്റും ഒരു കവർ പോലെ എൻവലപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് എന്ത്? മോണോ അഡൾഫസ്. ഡൈ അഡൾഫസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ബണ്ടിലാവും. എന്താണ്? രണ്ട് ബണ്ടിലായിട്ട് ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ബണ്ടിൽ ഫോം ചെയ്യും. ഇതൊരു ബണ്ടിൽ, ഇതൊരു ബണ്ടിൽ. അതാണ് എന്ത്? ഡൈ അഡൾഫസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി പോളി അഡൾഫസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരുപാട് ബണ്ടിൽസ്, ഇതാ 1 2 3 4 5 ബണ്ടിൽസ് ആണ് ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണുന്നത്. ഒരുപാട് ബണ്ടിൽസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരുപാട് ബണ്ടിൽസ് ഉണ്ടാവും. രണ്ടിൽ കൂടുതൽ ബണ്ടിൽസ്
ഫോം ചെയ്യുന്നതാണ് എന്ത് പോളി അഡൽഫസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് സിഞ്ചനീഷ്യസ് കണ്ടീഷൻ. സിഞ്ചനീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തർ എന്തായിരിക്കും? ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബ് ഫോം ചെയ്യും. ഫിലമെന്റ്സ് എന്തായിരിക്കും? ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവും. ഒരുപാട് ഫിലമെന്റ്സ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ് എന്ത്? സിഞ്ചനീഷ്യസ് കണ്ടീഷൻ. അതിൽ ആന്തർ എന്താണ്? ഫ്യൂസർ ആണ്. ഫിലമെന്റ്സ് ഫ്രീ ആണ്. ഇനി സിനാൻഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തറും ഫിലമെന്റും കംപ്ലീറ്റ് ഫ്യൂസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് എന്ത്? സിനാൻഡ്രസ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സ്റ്റേമെൻസിന്റെ കൊഹിഷൻ ചില സമയങ്ങളിൽ കൊഹിഷനും അഡിഷനും ഒക്കെ ചോദിക്കാറുണ്ട്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലുള്ള മോളിക്യൂൾസ് ഫ്യൂസ് ചെയ്യുന്നതിനാണ് കൊഹിഷൻ എന്ന് പറയാം. അഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടൈപ്പ് മോളിക്യൂൾസ് ഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൊഹിഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നമ്മുടെ ഫ്യൂഷൻ, ആന്തറിന്റെ ഫ്യൂഷൻ, അതുപോലെ തന്നെ കൊറോളാന്റെ ഫ്യൂഷൻ, അതൊക്കെ എന്താണ്? കൊഹീഷൻ ആണ്. ഇനി അഡിഷൻ എന്ന് പറയുമ്പോൾ ആന്തറും പെറ്റലും കൂടി ഫ്യൂസ് ചെയ്തിട്ട്, അതായത് ആന്തറിനെ അറ്റാച്ച് ചെയ്തിട്ട് എന്താണ് പെറ്റൽസ് വരുന്നൊക്കെ കേസാണ് എന്ത്? അഡിഷനിൽ വരിക. ഓക്കെ. അപ്പോൾ കൊഹീഷൻ ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പോർഷൻ കൊഹീഷൻ ഓഫ് സ്റ്റേമെൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചേക്കാം. അപ്പൊ അത്രയാണ് എന്ത് ആ ഒരു ഡിഗ്രി ഓഫ് ഫ്യൂഷൻ അനുസരിച്ചിട്ട് പല ടൈപ്പുള്ള സ്റ്റേമെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചില ഫിലമെന്റ്സ്, ചില ഫ്ലവേഴ്സിൽ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് ആയിരിക്കും. കൊറോള ട്യൂബിനേക്കാളും ഷോർട്ട് ആയിട്ടുള്ള ഫിലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനത്തെ ഫ്ലവേഴ്സിൽ നമ്മൾക്ക് പുറത്തേക്ക് എന്ത് കാണില്ല? സ്റ്റേമെൻസ് കാണില്ല. കൊറോളാൻ്റെ പുറത്തേക്ക് സ്റ്റേമെൻസ് കാണില്ല. അങ്ങനത്തെ ആൻഡ്രീഷ്യത്തിനെ നമ്മൾ ഇൻസേർട്ടഡ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആൻഡ്രീഷ്യം എന്നാണ് പറയാം. അതായത് സ്റ്റേമെൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, അത് കൊറോളേൻ്റെ പുറത്തേക്ക് കാണത്തില്ല. അങ്ങനത്തെ സ്റ്റേമെൻസിനെ നമ്മൾ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇൻസേർട്ടഡ് ആൻഡ്രീഷ്യം എന്നാണ് പറയുക. ഇനി മറ്റ് ചില കേസിൽ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സ്റ്റേമെൻസ് എന്ന് പറയുന്നത് കൊറോളേൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് നിൽക്കും. അങ്ങനത്തെ ആൻഡ്രീഷ്യത്തിനെ പറയുന്ന പേരാണ് എക്സേർട്ടഡ് അല്ലെങ്കിൽ പ്രൊട്രൂഡഡ് ആൻഡ്രീഷ്യം. ഓക്കെ. അപ്പോൾ രണ്ട് കേസ് പറഞ്ഞു, ഇൻസേർട്ടഡും എക്സേർട്ടഡും. ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേമെൻസ് ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ കൊറോളേൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മറ്റേതെന്ന് പറയുന്നത് എന്താണ്? എക്സേർട്ടഡ് എന്ന് പറയുമ്പോൾ സ്റ്റേമെൻസ് എന്ന് പറയുന്നത് കൊറോള ട്യൂബിനേക്കാളും വലുതാണ്, അതുകൊണ്ട് എന്താണ് പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന അങ്ങനത്തെ സ്റ്റേമെൻസിനെയാണ് നമ്മൾ എക്സേർട്ടഡ് സ്റ്റേമെൻസ് എന്ന് പറയുന്നത്. സ്റ്റേമെൻസ് അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇനി സ്റ്റേമെൻസിലെ ഫെർട്ടൈൽ ആയിട്ടുള്ള പോർഷന് പറയുന്ന പേരാണ് എന്ത്? ആന്തർ എന്നുള്ളത്. നമ്മൾ ഇതിലിപ്പോൾ ഫിലമെന്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ഇല്ല. ആന്തറിലാണ് ശരിക്കും എന്ത് ആ ഒരു മെയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. എവിടെയാണ്? നമ്മുടെ ആ ഒരു ആന്തർ ആണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അതായത് ഫെർട്ടൈൽ ആയിട്ടുള്ള സ്റ്റേമെന്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള പോർഷനാണ് എന്ത്? ആന്തർ എന്ന് പറയുന്നത്. അതിന് രണ്ട് ഹാഫ്സ് ആണ് ഉള്ളത്. അതിൽ ഒരു ഹാഫിൽ രണ്ട് ലോബ് ഉണ്ടായിരിക്കും. അങ്ങനെ ആന്തർ എന്ന് പറയുന്നത് ഓരോ ആന്തറും എന്താണ്? ഫോർ ലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഓരോ ആന്തർ എന്നും പറയുന്നത്. ഓക്കെ. ഈ ആന്തർ ലോബ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നതും ഫിലമെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഒരു ഒരു സ്റ്റെറൈൽ ടിഷ്യൂ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കണക്റ്റീവ് എന്ന് പറയുക. അതായത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു സ്റ്റേമെൻസിന് 3 ഭാഗമുണ്ട്: ഫിലമെന്റ്, ആന്തർ, കണക്റ്റീവ് എന്ന് പറഞ്ഞു. ആ കണക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഫിലമെന്റും ആന്തറും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ ആന്തറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റെറൈൽ ആയിട്ടുള്ള ടിഷ്യൂ ആണ് എന്ത്? കണക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓരോ ആന്തർ ലോബിലും പോളൻ സാക്ക് ഉണ്ടായിരിക്കും. പോളൻ സാക്ക് അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആന്തർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു രണ്ട് സിമിലർ ഹാഫ്സ് ആണ് ഈ ആന്തർ എന്ന് പറയുന്നത്. അതിലെന്താണ്? ഓരോ ഹാഫിലും 2 ലോബ്സ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി എത്ര പോളൻ സാക്ക് ഉണ്ടായിരിക്കും? 4 പോളൻ സാക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെന്താ നമ്മൾ പറയാം? ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആന്തറിന് നമ്മൾ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് സ്ട്രക്ചർ എന്നാണ് പറയുക. അതിന് 4 പോളൻ സാക്ക് ഉണ്ടായിരിക്കും. ഈ പോളൻ സാക്കിലാണ് എന്തുണ്ടാവുക? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഫെർട്ടൈൽ പോർഷൻ എന്ന് പറയുന്ന ആന്തർ ആണ്, 2 ഹാഫ്സ് ആണ് ഉള്ളത്. അതിൽ ഓരോ ഹാഫിലും 2 ലോബ്സ് ആണ് ഉള്ളത്. അങ്ങനെ 4 ലോബ്ഡ് സ്ട്രക്ചർ ആണ് ഓരോ ആന്തർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെട്രാസ്പോറാൻജിയേറ്റ് എന്ന് പറഞ്ഞാൽ 4 പോളൻ സാക്ക് ഉണ്ടായിരിക്കും. അതിലാണ് എന്ത് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്നത് ആ ഒരു പോളൻ സാക്കിലാണ്. ഇനി ആന്തറിന്റെ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ഫിലമെന്റിൽ 4 രീതിയിലാണ് ആന്തർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് അഡ്നൈറ്റ്, ബേസിഫിക്സ്ഡ്, ഡോർസിഫിക്സ്ഡ്, വേഴ്സറ്റൈൽ. അങ്ങനെ 4 രീതിയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അഡ്നൈറ്റ് ആന്തറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിലമെന്റ് എന്ന് പറയുന്നത് ആ ഒരു ആന്തറിന്റെ ലെങ്ത്തിൽ, ആ ഒരു ബൾക്ക് ആന്തറിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഫിലമെന്റ് ഉണ്ടായിരിക്കുക. അങ്ങനത്തെയാണ് എന്ത് അഡ്നൈറ്റ്. എക്സാമ്പിൾ മൈക്കീലിയാണ്. ബേസിഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റിന്റെ എക്സ്ട്രീം ടിപ്പ് എന്ന് പറയുന്നത് ആ ആന്തറിന്റെ ബേസിൽ എന്താണ് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക, ഈ ആന്തർ അതിൻ്റെ മേലെ ഇരിക്കുന്ന പോലെ, ആ ഒരു ഫിലമെന്റിന്റെ മേലെ ഇരിക്കുന്ന പോലെ ആണ് ബേസിഫിക്സ്ഡിൽ നമുക്ക് തോന്നാം. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത് സൊള്ളാന എന്ന് പറയുന്നത്. ഇനി ഡോർസിഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് എന്ന് പറയുന്നത് ആന്തറിന്റെ ബാക്കിലൂടെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ആന്തറിനെയാണ് ഡോർസിഫിക്സ്ഡ് ആന്തർ എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് ബൊഹീനിയ, സിട്രസ് ഒക്കെ. ഇനി വേഴ്സറ്റൈൽ ആന്തർ എന്ന് പറഞ്ഞാൽ ആന്തറിന്റെ മിഡിലായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആന്തറിന് എന്ത് ചെയ്യും, നന്നായിട്ട് ആടാനൊക്കെ പറ്റും. അതപ്പോൾ ആ ഒരു പോളൻ ഗ്രെയിൻസ് ആന്തർ വാള് ബ്രേക്ക് ചെയ്യുമ്പോൾ പോളൻ ഗ്രെയിൻസ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാനൊക്കെ അത് സഹായിക്കും. നമ്മൾ ഗ്രാസസിലാണ് അത് മെയിനായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആന്തറിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആടി കളിക്കാനായിട്ട് പറ്റും. ഏത് ഡയറക്ഷനിൽ വേണ്ടി, എല്ലാ ഡയറക്ഷനിലും ആടി കളിക്കാനായിട്ട് ആർക്ക് പറ്റും, ആന്തറിന് പറ്റും. മിഡിലാണ് എന്ത് ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഫിഗർ നോക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ആക്ച്വലി അഡ്നൈറ്റ് ആയിട്ടുള്ള ഫിലമെന്റ്. അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു ആന്തറിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള ലെങ്ത്തിൽ ആരുണ്ടാകും, ഇതാണ് ആ ഒരു ഫിലമെന്റ്. ആ ഒരു ആന്തറിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഫിലമെന്റ് ഉണ്ടാവുക. അങ്ങനത്തെ ആന്തേഴ്സിനെയാണ് നമ്മൾ അഡ്നൈറ്റ് ആന്തേഴ്സ് എന്ന് പറയാം. ഇനി ബേസിഫിക്സ്ഡ് ആന്തേഴ്സ് എന്ന് പറഞ്ഞാൽ ആന്തർ എന്ന് പറയുന്നത് ഫിലമെന്റിന്റെ ടിപ്പിലായിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ ആ ഒരു ഫിലമെന്റിൽ ഇരിക്കുന്ന പോലെ തോന്നുന്ന അങ്ങനത്തെ ടൈപ്പാണ് എന്ത് ബേസിഫിക്സ്ഡ് എന്നുള്ളത്. ഡോർസിഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്തറിന്റെ ബാക്ക് പോർഷനിലായിരിക്കും ആ ഒരു ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതാണ് എന്ത് ബേസിഫിക്സ്ഡ് എന്ന് പറയുന്നത്. ഇനി വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ആന്തറിന്റെ മിഡിൽ പോർഷനിലായിരിക്കും ഈ ഒരു ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതാണ് വേഴ്സറ്റൈൽ എന്ന് പറയുന്നത്. അത് ഗ്രാസിൽ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആന്തർ ആണ്. ഇനി ആന്തറിന്റെ ഡെഹിസൻസ് ആണ് നോക്കുന്നത്. ആന്തർ ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ പറഞ്ഞു ആന്തറിന്റെ ഉള്ളിൽ എന്തുണ്ട്, പോളൻ സാക്ക് ഉണ്ട്, അതിലാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആന്തർ വാള് ബ്രേക്ക് ഡൗൺ ആവണം, എന്നാലേ പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുള്ളൂ. പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരണമെങ്കിൽ എന്തുണ്ടാവണം, ആ ഒരു ആന്തർ വാള് പൊട്ടിയാലേ പോളൻ ഗ്രെയിൻസ് പൂമ്പൊടികൾ പുറത്തേക്ക് വരുള്ളൂ അല്ലെ. അങ്ങനെ ആന്തർ പൊട്ടിയിട്ട് നമ്മൾ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ആന്തറിന്റെ ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആന്തർ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് പറയുക. അത് പല മെത്തേഡിലാണ് ആന്തർ ഡെഹിസൻസ് എന്ന് പറയുന്നത് നടക്കുന്നത്. ആദ്യത്തെ ഒന്നാണ് എന്ത്, ലോങ്ജിറ്റ്യൂഡിനൽ ഡെഹിസൻസ്. ലോങ്ജിറ്റ്യൂഡിനൽ ഡെഹിസൻസ് എന്ന് പറയുന്നത് ആന്തർ ഡെഹിസൻസിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് എന്ത്, ലോങ്ജിറ്റ്യൂഡിനൽ ഡെഹിസൻസ്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ആന്തർ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സ്ലിറ്റ് ഫോം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ ഒരു സ്ലിറ്റ് പതിയെ വൈഡൻ ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുക. ഓക്കെ,
ജസ്റ്റ് ഞാനൊരു ഫിഗർ കാണിക്കാം. ഇതാണ് എന്താ ലോങ്ജിറ്റ്യൂഡിനൽ സ്ലിറ്റ്. ഇങ്ങനെ ഒരു സ്ലിറ്റ് ഫോം ചെയ്യും. അത് വൈഡൻ ചെയ്തിട്ട് എന്താണ് പോളൻ ഗ്രെയിൻസ് എന്താണ് പുറത്തേക്ക് പോകും. അതാണ് എന്താ ലോങ്ജിറ്റ്യൂഡിനൽ ഡെഹിസൻസ്. ഇത് കോമൺ ടൈപ്പാണ്. ഒരു വെർട്ടിക്കൽ സ്ലിറ്റ് ഫോം ചെയ്തിട്ട് ആന്തർ ഓപ്പൺ ചെയ്യും. ആന്തർ ഓപ്പൺ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ സ്ലിറ്റ് ഫോം ചെയ്തിട്ടായിരിക്കും ഓരോ ലോബിലും. ആ സ്ലിറ്റ് വൈഡൻ ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് എന്താണ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. കുക്കുർബിറ്റ്സ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത് എപ്പിക്കൽ അല്ലെങ്കിൽ പോറസ് ഡെഹിസൻസ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആന്തർ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത് ഒരു ചെറിയ ഹോൾ അല്ലെങ്കിൽ പോറ് ഫോം ചെയ്തിട്ടാണ്. അതിന്റെ ടിപ്പിൽ ഒരു ചെറിയ ഹോള് ഫോം ചെയ്തിട്ടാണ് എന്ത് ഡെഹിസൻസ് നടക്കുന്നത്, ആന്തർ ഓപ്പൺ ചെയ്യുന്നത്. അതിനെയാണ് എപ്പിക്കൽ അല്ലെങ്കിൽ പോറസ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. അതാ ഈ ഒരു ആന്തറിൽ എന്താണ് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവുകയാണ്. ആ ഹോളിലൂടെ പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത് വാൽവുലാർ ഡെഹിസൻസ്. നമ്മൾ പോറസിന്റെ എക്സാമ്പിൾ സൊള്ളാനാണ്. വാൽവുലാർ ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ ആന്തർ എന്ന് പറയുന്ന ഒരു ഷട്ടർ ലൈക്ക് ഓപ്പണിങ് വഴിയാണ് എന്ത് ആന്തർ ഓപ്പൺ ചെയ്യുന്നത്. അതിലൂടെ എന്താണ് പോളൻ ഗ്രെയിൻസ് എസ്കേപ്പ് ചെയ്യാണ് ചെയ്യാറ്. ബാർബറി ആണ് അതിന്റെ എക്സാമ്പിൾ. വാൽവുലാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലത്തെ ഒരു സംഭവം, ഇങ്ങനെ ഒരു വാൾവ് ഫോം ചെയ്തിട്ട് ആ വാൾവ് തുറന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ പോളൻ ഗ്രെയിൻസ് എന്താണ് പുറത്തേക്ക് പോകുന്ന ആ ഒരു കണ്ടീഷനാണ് എന്ത് ഒരു ഷട്ടർ ലൈക്ക് ഓപ്പണിംഗ് ഫോം ചെയ്യും. കണ്ടോ, ഇതൊരു ഷട്ടർ പോലത്തെ ഒരു ഓപ്പണിംഗ് അല്ല, ഷട്ടർ ലൈക്ക് ഓപ്പണിംഗ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോളൻ ഗ്രെയിൻസ് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുക. അതാണ് വാൾവുലാർ ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു വാൾവ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് പോളൻ ഗ്രെയിൻസ് പോകുന്ന ആ ഒരു കണ്ടീഷനാണ് എന്ത് വാൾവുലാർ ഡെഹിസൻസ് എന്ന്. ഇനി അടുത്തൊരു ഡെഹിസൻസ് ആണ് എന്ത് ട്രാൻസ്വേഴ്സ് ഡെഹിഷൻ. ട്രാൻസ്വേഴ്സ് ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ ആന്തർ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലൂടെ എന്താണ് പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് എന്താണ് ഒരു സ്ലിറ്റ് ഫോം ചെയ്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിലൂടെ എന്താണ് വൈഡൻ ചെയ്തിട്ട് അതിലൂടെ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അത്രയാണ് എന്താ നമ്മുടെ ആന്തർ ഡെഹിസൻസ് ഉള്ളത്. ഇനി സ്റ്റേമൻസിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് നോക്കുന്നത്. സ്റ്റേമൻസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മേജറായിട്ട് രണ്ട് പാറ്റേൺ ആണുള്ളത്, ഡിപ്ലോസ്റ്റേമനസും ഒബ്ഡിപ്ലോസ്റ്റേമനസും. അപ്പൊ ഇതിലുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഇവർ കൊടുത്തിട്ടുള്ള ആ ഒരു ഡെഫിനീഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉള്ള ഒരു കാര്യം നോക്കാം. നമ്മൾ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാം. ഡിപ്ലോസ്റ്റേമനസിന്റെ എക്സാമ്പിൾ മുറേ ആണ്. ഒബ്ഡിപ്ലോസ്റ്റേമനസിന്റെ എക്സാമ്പിൾ എന്താണ് കാരിയോഫിലേസി ഒക്കെയാണ്. ഒബ്ഡിപ്ലോസ്റ്റേമനസിന്റെ എക്സാമ്പിൾ കാരിയോഫിലേസി ആണ് വരുന്നത്. ഡിപ്ലോസ്റ്റേമനസ് മുറേ ആണ് വരുന്നത്. കാരിയോഫിലേസി അതുപോലെ തന്നെ റൂട്ടേസി ഒക്കെയാണ് ഒബ്ഡിപ്ലോസ്റ്റേമനസ്. അപ്പൊ എങ്ങനെയാണ് ഒബ്ഡിപ്ലോസ്റ്റേമനസ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡിപ്ലോസ്റ്റേമനസ് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് പെറ്റലുമായിട്ട് റെഫറൻസ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ പെറ്റലും സെപ്പലുമായിട്ട് റെഫറൻസ് ചെയ്തിട്ട് പറയാം. ആദ്യം ഞാൻ പെറ്റല് മാത്രമായിട്ട് റെഫറൻസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഡിപ്ലോസ്റ്റേമനസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പൊ ഡിപ്ലോസ്റ്റേമനസ് ആയാലും ഒബ്ഡിപ്ലോസ്റ്റേമനസ് ആയാലും അതിൽ രണ്ട് വേൾഡ്സ് ഓഫ് സ്റ്റേമൻസ് ആണ് ഉണ്ടാവുക. രണ്ട് വേൾഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഇന്നർ വേളും ഉണ്ടായിരിക്കും, ഔട്ടർ വേളും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ടർ വേൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇന്നർ വേൾ ഉണ്ട്. അങ്ങനെ രണ്ട് വേളായിട്ടാണ് എന്ത് സ്റ്റേമൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ട് വേൾഡ്സ് ഓഫ് സ്റ്റേമൻസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേമൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ പെറ്റൽസിന്റെ എണ്ണമായിട്ട് സിമിലർ ആയിട്ടുള്ള എണ്ണമായിരിക്കും. അപ്പൊ 5 പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ 5 സ്റ്റേമൻ ആയിരിക്കും ഓരോ വേളിലും ഉണ്ടായിരിക്കുക. ഓക്കെ, സ്റ്റേമൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് പെറ്റൽസുമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പെറ്റൽസിന്റെ എണ്ണവും അതുപോലെ തന്നെ സ്റ്റേമൻസിന്റെ എണ്ണവും എന്താണ് ഈക്വൽ ആയിരിക്കും. അതായത് ഓരോ വേളിലുള്ള സ്റ്റേമൻസ് ഇപ്പൊ 5 പെറ്റൽ ഉണ്ടെങ്കിൽ 5 സ്റ്റേമൻ ആയിരിക്കും ഔട്ടർ വേളിൽ, 5 സ്റ്റേമൻ ആയിരിക്കും ഇന്നർ വേളിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതിന്റെ അറേഞ്ച്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ ഡിപ്ലോസ്റ്റേമനസിൽ ഔട്ടർ വേൾ എന്ന് പറയുന്നത് എന്താണ് ഔട്ടർ വേളിലുള്ള സ്റ്റേമൻസ് പെറ്റൽസിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണുന്നത്.
ഇന്നർ വേൾഡിലുള്ള സ്റ്റേമൻസ് പെറ്റൽസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? കൺഫ്യൂസിങ് ആയോ? നമുക്ക് ഈ കംപ്ലീറ്റ് വായിച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് പെറ്റൽസിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു സ്റ്റേമൻസ് കാണുക. പെറ്റൽസിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഔട്ടർ വേൾഡിലുള്ള സ്റ്റേമൻസ്. ഇനി ഇന്നർ വേൾഡിലുള്ള സ്റ്റേമൻസ് എന്ന് പറയുന്നത് പെറ്റൽസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുക. ഈ ഫിഗർ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കണ്ടോ, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇന്നർ വേൾഡിലുള്ള സ്റ്റേമൻസ്. ഔട്ടർ വേൾഡിലുള്ള സ്റ്റേമൻസ് എന്താണ്? പെറ്റൽസിന് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതാണ് ഒരു ഡെഫിനിഷൻ. ഇനി വേറൊരു ഡെഫിനിഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആകും, ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് പെറ്റൽസിന് ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് പെറ്റൽസിന് ഓൾട്ടർനേറ്റും ഇന്നർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റും ആയിട്ടാണെന്ന് ഉള്ളതാണ് ആദ്യത്തെ ഒരു ഡെഫിനിഷൻ. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് സെപ്പൽസിന് ഓപ്പോസിറ്റും ഇന്നർ വേൾഡ് എന്ന് പറയുന്നത് പെറ്റൽസിന് ഓപ്പോസിറ്റും ആയിട്ടാണ് എന്തിലുണ്ടാവുക? ഡിപ്ലോസ്റ്റേമനസ് കണ്ടീഷനിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പെറ്റൽസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഔട്ടർ വേൾഡ്സ് പെറ്റൽസിന് ഓൾട്ടർനേറ്റും ഇന്നർ വേൾഡ്സ് പെറ്റൽസിന് ഓപ്പോസിറ്റും ആയിട്ടാണ് എന്തുണ്ട്? സ്റ്റേമൻസ് ഉള്ളത് ഡിപ്ലോസ്റ്റേമനസ് കണ്ടീഷനിൽ. ഇനി സെപ്പൽസിനെ കൂടി എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ഔട്ടർ വേൾഡ് സെപ്പൽസിന് ഓപ്പോസിറ്റ് ആയിട്ടും ഇന്നർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റും ആയിട്ടാണെന്ന് പറയാം. ഏതിൽ? ഡിപ്ലോസ്റ്റേമനസ് കണ്ടീഷനിൽ. ഇനി ഒബ്ഡിപ്ലോസ്റ്റേമനസിന്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ ആലോചിക്കുക, ഈ ഫിഗർ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഡിപ്ലോ ആവുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ പെറ്റൽസുമായി റെഫർ ചെയ്തിട്ടുള്ളത് ആദ്യം നോക്കാം, എങ്ങനെ ഓർക്കാന്ന്. ഡിപ്ലോ ആവുമ്പോൾ എങ്ങനെയാണ്? ഡിപ്ലോ എന്ന് പറയുമ്പോൾ ഡിപ്ലോസ്റ്റേമനസ് ആവുമ്പോൾ എങ്ങനെയാണ്? ഔട്ടർ വേൾഡ് പെറ്റൽസിന് ഓൾട്ടർനേറ്റ് ആയിരിക്കും, OPA ആയിരിക്കും അല്ലേ? ഔട്ടർ വേൾഡ് പെറ്റൽസിന് ഓൾട്ടർനേറ്റ്, ഇന്നർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റ്, അങ്ങനെ ഓർക്കുക അല്ലേ? OPA IPO ഡിപ്ലോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേമൻസിന്റെ കേസ് അല്ല, സെപ്പൽസിന്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാ വരിക? ഔട്ടർ വേൾഡ് സെപ്പൽസിന് ഓപ്പോസിറ്റ്, ഇങ്ങനെയും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം കേട്ടോ. ഔട്ടർ വേൾഡ് സെപ്പൽസിന് ഓപ്പോസിറ്റ്, ഇന്നർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റ്, അങ്ങനെ വേണമെങ്കിൽ ഡിപ്ലോസ്റ്റേമനസ് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഔട്ടർ വേൾഡ് പെറ്റൽസിന് ഓൾട്ടർനേറ്റ്, ഇന്നർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റ്, ആ രീതിയിലും പറയാം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പറയുക. രണ്ട് പറഞ്ഞാലും തെറ്റില്ല, രണ്ടും കൂടി മിക്സ് ആക്കി പറയരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ അല്ലേ? ഡിപ്ലോസ്റ്റേമനസ് ഓക്കെ അല്ലേ? ഇനി ഒബ്ഡിപ്ലോസ്റ്റേമനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ഡിപ്ലോസ്റ്റേമനസിന്റെ പ്രത്യേകത എന്താ? ഈ ഫിഗർ നോക്കിയാൽ തന്നെ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കാം. ഒബ്ഡിപ്ലോസ്റ്റേമനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഔട്ടർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റ്, ഇന്നർ വേൾഡ് സെപ്പൽസിന് ഓപ്പോസിറ്റ്, അങ്ങനെ. ഇപ്പൊ നമ്മൾ ഡിപ്ലോസ്റ്റേമനസ് എങ്ങനെയാണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ്. ഔട്ടർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റും ഇന്നർ വേൾഡ് സെപ്പൽസിന് ഓപ്പോസിറ്റും, അങ്ങനെയാണ് ഒബ്ഡിപ്ലോസ്റ്റേമനസിൽ വരിക. ഇനി പെറ്റൽസ് മാത്രം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിലോ, ഔട്ടർ വേൾഡ് പെറ്റൽസിന് ഓപ്പോസിറ്റും ഇന്നർ വേൾഡ് പെറ്റൽസിന് ഓൾട്ടർനേറ്റും ആണെന്ന് പറയാം. ആ രീതിയിലും പറയാം. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് പറഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, ഇനി സ്റ്റേമൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്? ഒരു ഫ്ലവറിൽ സ്റ്റേമൻസിന് ഒരേ ലെങ്ത് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഡിഫറെന്റ് ലെങ്ത് ആയിരിക്കാം. ഒരേ ലെങ്ത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ
ചില കേസിൽ ഒരേ ലെങ്ത് ആയിരിക്കും, എല്ലാ സ്റ്റേമിനും ഒരേ ലെങ്ത് ആയിരിക്കും. ചില കേസിൽ എന്തായിരിക്കും, പല ലെങ്ത്തിലായിരിക്കും. ആ പല ലെങ്ത്തിലുള്ള സ്റ്റേമെൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മസ്റ്റാർഡിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റാർഡിൽ 4 സ്റ്റേമെൻസ് ആണുള്ളത്. മസ്റ്റാർഡ് അതുപോലെ റാഡിഷിലൊക്കെ 4 സ്റ്റേമൻ ആണുള്ളത്. അതിൽ 4 ലോങ്ങും 2 ഷോർട്ടും ആണ്. 4 ലോങ്ങും 2 ഷോർട്ടും ആണ്. ഈ ലോങ് ആയിട്ടുള്ളതിനൊക്കെ ഒരേ ഹൈറ്റും ഷോർട്ട് ആയിട്ടുള്ളതിനൊക്കെ ഒരേ ഹൈറ്റും ആണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ആൻഡ്രീഷ്യത്തിനെ നമ്മൾ പറയുന്ന പേര് ടെട്രാഡിനാമസ് ആൻഡ്രീഷ്യം എന്നാണ് പറയുക. ടെട്രാഡിനാമസ്. പേരുകൾ ഓരോ ടേംസ് ഓർത്ത് വെക്കുക. ഡിപ്ലോസ്റ്റേമനസ്, ഒബ്ഡിപ്ലോസ്റ്റേമനസ്, ടെട്രാഡിനാമസ്, ഡൈഡിനാമസ്, അതൊക്കെ എന്താ ചെയ്യാം, ഓർത്ത് വയ്ക്കുക ടേംസ്. അഡ്നേറ്റീവ്, ബേസിക്, ഫിക്സഡ്. നമ്മൾ ഇനി ഇങ്ങനെ പോകുന്തോറും നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് എന്താണെന്നേ പറയുള്ളൂ. ഇപ്പോൾ അഡ്നേറ്റ് ആൻഡ്രീഷ്യം ആണ് ഉള്ളതെന്നേ പറയുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് അതായത് 2 ആന്തർ ഉണ്ട്, 4 ഷോർട്ടും 4 ലോങ്ങും 2 ഷോർട്ടും ആണ്, അങ്ങനത്തെ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും തരില്ല. ടെട്രാഡിനാമസ് എന്ന് പറഞ്ഞാൽ ഓർക്ക് 4 ലോങ്ങും 2 ഷോർട്ടും ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനുള്ള ആൻഡ്രീഷ്യത്തിനെ പറയുന്ന പേരാണ് ടെട്രാഡിനാമസ് എന്ന് പറയും. ഇനി ലൂക്കാസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2 പെയർ സ്റ്റേമെൻസ് ആണ് ഉള്ളത്, അതായത് 4 സ്റ്റേമെൻസ് ആണുള്ളത്. അതിൽ ഒരു പെയർ ലോങ്, അതായത് 2 ലോങ്ങും ഒരു പെയർ ഷോർട്ട്, 2 ഷോർട്ടും ആയിരിക്കും. 2 ലോങ്ങും 2 ഷോർട്ടും ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൻഡ്രീഷ്യത്തിനെ നമ്മൾ ഡൈഡിനാമസ് എന്നാണ് പറയാം. ഓക്കെ, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതെന്താണ്, 2 എന്താണ്, ലോങ് ആണ്, 2 എന്താണ്, ഷോർട്ട് ആണ്. ഇതാണ് ഡൈഡിനാമസ് കണ്ടീഷൻ. ഇനി ടെട്രാഡിനാമസ് എന്ന് പറഞ്ഞാൽ 4 ലോങ്ങും 2 ഷോർട്ടും, അങ്ങനത്തെ കണ്ടീഷനെയാണ് നമ്മൾ ടെട്രാഡിനാമസ് എന്ന് പറയുക. ഇത്രയാണ് നമ്മൾ ആൻഡ്രീഷ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടേംസും പറഞ്ഞു. ഓരോ ടേംസും എന്താന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്കിലൊക്കെ ചിലപ്പോൾ ഓരോന്ന് ചോദിച്ചേക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയാണ് ആൻഡ്രീഷ്യത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.